അത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ ഒരു ഇതാണ്. വെസ്റ്റേൺ കൾച്ചറിലും വെസ്റ്റേൺ കൺട്രീസിലും ഇതിനൊക്കെ കുറേം കൂടി ആക്സെപ്റ്റൻസ് ഉണ്ട്. അവിടെ ആരും ഇത് ഹൈഡ് ചെയ്യുന്നില്ല. അവിടെ ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ ഗേ ആണ്, ഗേ, ഞാൻ ഒരു ലെസ്ബിയൻ ആണ്, അത് ആരാണേലും അവരുടെ ജെൻഡർ എന്താണോ, അവരുടെ സെക്ഷുവാലിറ്റി എന്താണോ അത് അവിടെ അവർ തുറന്നു പറയുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അതെല്ലാം അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള ഒരു തോട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഇത് അങ്ങനത്തെ ഒരു നാഷണൽ ടെലിവിഷനിൽ പോയിട്ട് സ്വന്തം മകൻ ഇത് പറഞ്ഞ്, ചേച്ചി അന്ന് അത് കേട്ടപ്പോ ചേച്ചിക്ക് ഇത് ബിഫോർ അറിയാമായിരുന്നോ? ബിഫോർ ദ ഷോ ഇവൻ ഈ ഷോയിൽ അതായത് ഇത് അറിഞ്ഞ് അവൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് അറിയുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ ഇതും അറിഞ്ഞത്. ഓക്കെ. അപ്പോൾ അതായത് ഞാനത് കേൾക്കുമ്പോ അന്ന് എന്റെ ബർത്ത്ഡേയാ. അപ്പോ ബർത്ത്ഡേയുടെ അന്ന് ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതെന്റെ മോളോട് വിളിച്ച ആ കുട്ടി പറയാണ്. അപ്പൊ മോള് വിചാരിച്ചു, മോളാകെ വിഷമിച്ചു. അപ്പൊ മോള് എന്റെ അടുത്ത് ഓടി വന്നിട്ട് അവള് പറയുമ്പോ ഞാൻ പാനിക് ആവും എന്താണെന്നുള്ളത് അവൾക്ക് അറിയില്ല. പക്ഷെ ഞാൻ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞ് ഒരുപാട് കരഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഇത്രയും നാളും ഇത്രയും ക്ലോസ് ആയിട്ടും അവൻ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. എന്താ വെച്ചാൽ കുട്ടി തനിച്ച് അനുഭവിച്ചിട്ടുണ്ടാവും, മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ മനസ്സിൽ. ഇങ്ങനെ ഒരു ഇതാവുമ്പോൾ അവന് ഉള്ളിലുണ്ടാവുന്ന, നമ്മളൊക്കെ ഇങ്ങനെ നോർമലായി നടക്കുമ്പോഴും അവനോട് ഞാൻ എന്തെങ്കിലും ചീത്ത പറയുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ ഇതൊക്കെ തോന്നിയിട്ടുണ്ടാവോ, കുട്ടി ഉള്ളിൽ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓർത്ത് ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ കുറെ ദിവസങ്ങളോളം ഉറങ്ങണില്ല, കരയാണ് ഞാൻ. എന്നിട്ട് അവൾ വിചാരിച്ചു ആശുപത്രി കൊണ്ടുപോണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു എന്നെ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് മുഴുവൻ ഈ കുട്ടി ഇങ്ങനെ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. കുട്ടി വിഷമിച്ചിട്ടുണ്ടാവില്ലേ, എത്രയോ കാലം കുട്ടി ഇത് ഉള്ളിൽ കൊണ്ട് നടന്നിട്ടുണ്ടാവില്ലേ, ഇത്രയും വയസ്സ് വരെ. അപ്പൊ അതൊക്കെ എനിക്ക് ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നീട് അവൻ അവിടെ ബോൾഡായി കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളണ ഒരാളാണ്. എനിക്ക് ഇവൻ ഇങ്ങനെ ഒരാണെന്ന് പറഞ്ഞാലും എൻ്റെ മോൻ തന്നെയാണ്. എനിക്ക് അവനിൽ ഒരു മാറ്റവും കാണാൻ സാധിച്ചിട്ടില്ല. എന്താണ് അവന്റെ സെക്ഷുവാലിറ്റി, അത് എന്നില് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. പണ്ടും ഇപ്പോഴും എന്റെ മോൻ തന്നെ. അത്രേ ഉള്ളൂ. ഒരു അമ്മയ്ക്ക് അങ്ങനെ തന്നെ ആണല്ലോ ഇപ്പോഴും. പക്ഷെ ഇത് പലപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് അഭിഷേക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇതിങ്ങനെ അല്ലേ പറഞ്ഞില്ല. ഞാനൊരു പേജന്റ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ദാറ്റ് വാസ് ലൈക്ക് മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വിൻ ചെയ്തപ്പോ അതിൻ്റെതായിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരൊന്നും തന്നെ സോഷ്യൽ മീഡിയ ഞാൻ ഇവരൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു ആ ടൈമില്. പക്ഷെ എന്നാലും ഇവരെ ബ്ലോക്ക് ചെയ്തെന്നാലും ഇപ്പം ചേച്ചിയും ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടും ഫോൺ നോക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഫ്രണ്ട്സ് ത്രൂവോ ഫാമിലിയിലെ വേറെ മെമ്പേഴ്സ് ത്രൂവോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഒന്നും ചേച്ചിക്ക്? ബിക്കോസ് ഇത് നോർത്തിലെ ഒരു ഇതാണ്. ലൈക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു പേജന്റ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. അപ്പം അത് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പൂനെ പോയി കഴിഞ്ഞപ്പോ ഞാൻ 4 ഇയേഴ്സോളം പൂനെയിലുണ്ടായിരുന്നു, 3 ഇയേഴ്സോളം പൂനെയിലുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് ഇവിടത്തെ ആരുമായിട്ട് ഞാൻ അങ്ങനെ കണക്റ്റഡ് അല്ല. കോളേജിലെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ അമ്മയുടെ അച്ഛന്റെയും ലവ് മാരേജ്. അപ്പൊ ഇവരൊന്നും അങ്ങനെ ഫാമിലി ആയിട്ടും ഭയങ്കര റിലേറ്റഡ് അല്ല. അപ്പൊ അങ്ങനെ എന്റെ ഇൻസ്റ്റയിൽ അങ്ങനെ ആരും കണക്റ്റഡ് അല്ല. പിന്നെ ഉള്ളതൊക്കെ അവിടെ പൂനെയിലുള്ള ഫ്രണ്ട്സും നോർത്തിലെ ഫ്രണ്ട്സും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ആരും അങ്ങനെയാണ് ചേച്ചി ഇതൊന്നും അറിയാതെ. ഞാൻ ആക്ച്വലി ഈ കുട്ടികളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവരെ ഭയങ്കര കെയറിങ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുക്കും. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു 2 മാസം കൂടുമ്പോ എന്തായാലും ഞാൻ ഗൂഗിളിൽ ഇവരുടെ പേര് വെറുതെ സെർച്ച് ചെയ്യും. അപ്പൊ ഈ കുട്ടികൾ അതൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ. ഞാനപ്പൊ അത് സെർച്ച് ചെയ്യുമ്പോ എന്താണ് വരണേ നോക്കും. അപ്പൊ ഇവരുടെ SSLCയുടെ അവരുടെ നമ്പേഴ്സ് അങ്ങനെ ഓരോന്നാ വരിക. അപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയാലോ എന്ന് വിചാരിച്ചു ഞാൻ ഇവരെ അത്രയും പോലും വാച്ച് ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു. പക്ഷെ കറക്റ്റ് ഈ കുട്ടി ഇത് പോയത് തൊട്ട് ഞാൻ ഇവരെ ആ ഗൂഗിൾ സെർച്ചും നിർത്തിയ സമയത്ത് കറക്റ്റ് ഇതെല്ലാം സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ കുറേ നാളായിട്ട് അതിങ്ങനെ ഞാൻ ചെന്നൈയിലൊക്കെ പോയി ഇവരെ ഒന്നും സെർച്ചിങ്ങും ഒന്നൊക്കെ നിർത്തി വെച്ച സമയമായിരുന്നു. ഇവരെ ഫ്രീ ആയിട്ട് വിട്ട സമയത്ത് കറക്റ്റ്. അപ്പൊ ഞാൻ വിചാരിക്കാം ഞാൻ എല്ലാപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തില്ല. ശരിക്കും ഇവരുടെ വന്ന സമയം തൊട്ട് ഞാൻ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്താണ് ഒരു കുട്ടി വഴി ഞാൻ മോൾ അറിഞ്ഞിട്ട് പിന്നെ അറിയണത്. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യം. പിന്നീട് ഭയങ്കര സെർച്ചിങ് ആയി. അപ്പൊ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞത്. അപ്പൊ ഇത് ഇത്രയും വലിയ സീക്രറ്റ്സ് ഒക്കെ മറച്ചല്ലോ എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ യെസ് എന്ന് പറഞ്ഞത്, സീക്രറ്റ്സ് മറച്ച കാര്യങ്ങൾ പറഞ്ഞത്. അതപ്പോ അതൊരു വിഷമമായെങ്കിലും
പിന്നീട് മാറി. പക്ഷെ അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അമ്മ ചോദിച്ചിട്ടുണ്ടാവണം, നീ എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ ഇത്രയും നമ്മളൊരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നമ്മുടെ ഒക്കെ, നിനക്ക് അമ്മ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ എല്ലാ സപ്പോർട്ടിങ് സിസ്റ്റത്തിലും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് നീ ഇത്ര നാളായിട്ടും എൻ്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്തു? അങ്ങനത്തെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ചേച്ചി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നാൽ അങ്ങനെ വരുന്നില്ല, അവൻ ഒഴിഞ്ഞു മാറും. പിന്നെ എനിക്കും അത് ചോദിക്കാനൊരു ബുദ്ധിമുട്ട്. ഞാൻ ഇതുപോലെ ഇന്റർവ്യൂസിൽ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി എന്തുകൊണ്ടാണ് അഭിഷേക്? അതെനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് നമുക്കൊരു പേടി ഉണ്ടാവില്ലേ, ലൈക്ക് എന്താവും റിയാക്ഷൻ. ഞാൻ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, അതായിരുന്നു ആക്ച്വലി. ഈവൻ ഞാൻ പേജന്റ് പോയതും എനിക്ക് ബിഗ് ബോസിൽ പോകണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും നമുക്കൊരു ചെയ്തൊരു ഇത് വേണ്ടേ, ലൈക്ക് അപ്പൊ അങ്ങനെ ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് ബിഗ് ബോസും കൂടി കഴിഞ്ഞ് പറയാം എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം നടന്നു, ലൈക്ക് മാനിഫെസ്റ്റ് ചെയ്ത പോലെ എല്ലാം എല്ലാം നടന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അന്ന് അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിഷേക് ലൈക്ക് കംപ്ലീറ്റ്ലി ഞാനിപ്പോ ഒന്ന് ഫ്രീ ആയി. ശരിക്കും നമുക്കൊരു വല്ലാതെ ശരിയത് ആ ഒരു റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു റിലാക്സേഷൻ വന്നില്ലേ ആ സമയത്ത്, അല്ലേ? അതേപോലെ അല്ല, ഇന്നിപ്പോ നമ്മളിപ്പോ ഇത് ഞാൻ ചോദിക്കുമ്പോ തന്നെയും ഇതേപോലത്തെ ഒരുപാട് കുട്ടികൾ സ്റ്റിൽ നമ്മുടെ സമൂഹത്തില് ഇന്നേപോലെ സ്വന്തം അമ്മയുടെ ഇത്ര അടുത്തുള്ള അമ്മയാന്ന് പറഞ്ഞിട്ട് പോലും നമുക്കത് പറയാൻ ഒരു ഉൾവലിയാണ്, പേടിയാണ്. മറ്റുള്ളവർ എങ്ങനെ എന്നെ മനസ്സിലാക്കുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നിങ്ങളെ പോലെ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നിപ്പോ എന്താ നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സോ നമ്മൾ ആരും പേടിക്കരുത്. പക്ഷെ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഇപ്പൊ നമ്മുടെ മൂവിയിലായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാലും ഇതിനെ ബുള്ളി ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരാണ്. അപ്പം ഒരാള് ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയി, നാളെ മുതൽ എനിക്ക് ഈ ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വരും, ബോധർ. പക്ഷെ എല്ലാവർക്കും ആ ഒരു മനക്കെട്ടി ഇല്ല. ഒരു ഇപ്പം ഈ കമ്മ്യൂണിറ്റിനെ അഗെയിൻസ്റ്റ് പറഞ്ഞ് കയ്യടി നേടാൻ ആർക്കും പറ്റും. പക്ഷെ അതായി ജീവിച്ച് നമുക്ക് ജീവിതത്തിൽ കയ്യടി നേടാനാണ് ബുദ്ധിമുട്ട്. ആരും ഇതെനിക്ക് ആവണം എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം ആവുന്നതല്ല. ഇത് ദൈവത്തിന്റെ ക്രിയേഷൻ ആണ്, അല്ലേ? നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാ എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഈ പറയുന്നവര് എന്തും പറയും, അല്ലെ? അതിന്റെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാണ്ട്. സത്യം. പക്ഷെ ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഒരു കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടി, ലൈക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് അത് റിവീൽ ചെയ്യാനുള്ള വളരെ ഒരു നെഗറ്റീവ് സ്പേസിലാണ് ഇപ്പം കേരളത്തിലുള്ളത്. അപ്പൊ നമ്മുടെ സൂയിസൈഡ് റേറ്റും അതെല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ അഭിഷേകിന് സെൽഫ് ആയിട്ടാണെങ്കിലും ഇത് ഇനിയും ഇങ്ങനെ ഈ സൂയിസൈഡ് റേറ്റ് കൂടാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് കുറച്ചും കൂടി ഒരു ഇങ്ങനെ തുറന്നു പറയാൻ ഒരു ധൈര്യം കിട്ടാനായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ വിചാരിച്ച ലൈക്ക് കൊല്ലങ്ങൾ തോറും ചേഞ്ചസ് വരുന്ന, പക്ഷെ ഇറ്റ്സ് ഗോയിങ് ബാക്ക്വേർഡ്സ്. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാരെ അഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരെ ഭയങ്കര വാഴ്ത്തുന്നതും ആ ബുള്ളിങ്ങിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ ഒരാൾ വന്ന് ഒരാളെ ബുള്ളി ചെയ്ത് അതിന്റെ അടിയിൽ നമുക്ക് കമന്റ്സും ലൈക്സും കാണാം. ഇങ്ങനെ അടിപൊളി അടിപൊളി അടിപൊളി, ലൈക്ക് ഇതിനെ തന്നെ പറയണ്ട. ഒരു ഇപ്പൊ മൂക്ക് മോശമായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു തടിച്ച ഒരാളെ പോയിട്ട് എടി തടിച്ച് നിന്റെ വീഡിയോ ഇടണ്ട എന്നൊക്കെ പറയുന്നതിന് കുറെ ലൈക്ക് ചിരി 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 അങ്ങനത്തെ. ഇപ്പൊ ബുള്ളിങ്ങിനെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ടൈമിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തത്, എസ്പെഷ്യലി നമ്മുടെ ചെറിയ ജനറേഷൻ ഓഫ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടില്ലേ, ഡ്രഗ്സ് യൂസ് ചെയ്ത് ഇവരെ കൊല്ലുന്നു അവരെ കൊല്ലുന്നു. അപ്പം പാരന്റ്സ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇരുത്തി അടിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യാന്നല്ല. പക്ഷെ എല്ലാത്തിനും ഒരു ചെറിയൊരു സോഷ്യൽ മീഡിയ എസ്പെഷ്യലി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഒക്കെ ചേഞ്ചസ് വരുത്താൻ തോന്നുന്നു. പക്ഷെ ഇനി ലൈക്ക് കൈവിട്ട് പോയി. ഇനി എല്ലാരും ബുള്ളിങ്ങും ഹരാസ്മെന്റിലോട്ടാണ് അവരുടെ ഒരു വിനോദമായി കണ്ടെത്തുന്നത്. ഈ ബുള്ളിങ്ങിന്റെ ഒരു വിക്ടിം ആയിട്ട് എപ്പോഴെങ്കിലും അഭിഷേകിന് തോന്നിയിട്ടുണ്ടോ? എന്നെ അങ്ങനെ ബുള്ളിങ് എനിക്ക് വിക്ടിം ആയിട്ടില്ല. പക്ഷെ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ ജാൻമുനി, എന്റെ ഒപ്പമുള്ള ജാൻമുനീനെ കൊച്ചു പ്രേമൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അയാളുടെ ലുക്സിനെ വെച്ച് എത്ര ബുള്ളിങ് ആണ്. അപ്പൊ ഒരാൾ രാവിലെ എനിക്ക് വായിക്കുന്ന കമന്റ്സ് മൊത്തം ഇതാകുമ്പോ അവർ എത്ര നെഗറ്റീവ്ലി അത് ഇമ്പാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ഇട്ട ഒരാളെ വിഷമിപ്പിച്ച് സന്തോഷം കാണുന്ന സൈക്കോസ് ആണ് ഇപ്പൊ വരുന്ന പിള്ളേരെല്ലാം. അപ്പൊ ദാറ്റ്സ് അവരുടെ ഒരു നെഗറ്റിവിറ്റി ആണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഐ ഡോണ്ട് തിങ്ക് സോ അങ്ങനെ ഒരു തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെല്ലാം അതിലൂടെയാണ്. ഡ്രഗ്സിനെക്കാട്ടും ആനന്ദം ഒരാളെ വിഷമിപ്പിച്ച് അവൻ കരഞ്ഞ് അതിൽ സന്തോഷം കണ്ടെത്തുന്ന പിള്ളേരാ. സോ ഇന്നത്തെ ലോകം അല്ലേ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെങ്കിലും പിന്നീട് ഇത് പറയണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ
ഇല്ല 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 എനിക്ക് ആദ്യം തോന്നി ലൈക്ക് കുറച്ച് കമന്റ്സ് കണ്ടപ്പോ തോന്നി. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 90% ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിലൂടെ എനിക്കെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളൂ. ഇപ്പൊ ഇത്ര വലിയൊരു ഷോയില് പങ്കെടുക്കാൻ പറ്റി, ഇപ്പോ നമ്മുടെ ലൈഫ് ഇന്റർവ്യൂ ചെയ്യാൻ, അങ്ങനെയൊക്കെ വരുന്ന എല്ലാം ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ കാണുന്നുള്ളൂ. അപ്പം നോ പ്രോബ്ലം.